6 7 പേർക്ക് ഇരിക്കാവുന്ന ഒരു വണ്ടിയിലാണ് ഇദ്ദേഹത്തെ കയറ്റിക്കൊണ്ടുപോയതെന്നും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ടുന്നു അങ്ങനെയൊക്കെ പറയുന്ന സംഭവം. തീർച്ചയായിട്ടും ഞാൻ നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കുറെ കാലം കൊണ്ട് കുറച്ച് ആഴ്ചകളായിട്ട് ആരും ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പോ മെയിൻ മീഡിയകൾ എന്ത് ചെയ്യുന്നു, മറ്റു വാർത്തകളുടെ ബാക്കിലാണ്. നവീൻ ബാബുവിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ല. കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അതുമല്ല, ഇപ്പോ PP ദിവ്യ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇപ്പൊ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നു, എല്ലാ പാർട്ടി പരിപാടികളിലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞു, നമ്മുടെ ആവേശമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ന്യൂസുകൾ അനുസരിച്ച് ഈ നവീൻ ബാബു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് ഇത് എന്തായാലും ഒരു ദുരൂഹത ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് കൊലപാതകം തന്നെയാണ് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ എന്നുള്ളതിലേക്ക് നയിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ നവീൻ ബാബുവിന്റെ ഭാര്യ പറയുന്നതും അല്ലെങ്കിൽ നവീൻ ബാബു ഈ PP ദിവ്യ പറഞ്ഞതിന് ശേഷം ഭാര്യയുമായി സംസാരിച്ചതൊക്കെ ഭാര്യയൊക്കെ പറയുന്നത് അങ്ങനെ ആ സംസാരത്തിലൊന്നും പെട്ടെന്ന് പോയി ഒരു ആത്മഹത്യ ചെയ്യാനുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞതുപോലുള്ള കേസ് വന്നില്ല. അവരുടെ സംസാരത്തിലൊന്നും അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്ത് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല. അതിനുശേഷം പെട്ടെന്ന് എങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് അവർക്ക് ഏറ്റവും വലിയൊരു ദുരൂഹമായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറുനാടൻ മലയാളിയിൽ ഇതുപോലെ പറഞ്ഞത് എന്താണ്, മറുനാടൻ മലയാളിയിൽ പറഞ്ഞാൽ ഈ PP ദിവ്യയെ കരുവാക്കിക്കൊണ്ട്, അതായത് PP ദിവ്യ അവിടെ വന്ന് കാണിച്ച തെണ്ടിത്തനം തന്നെയാണ് അല്ലെ. ഒരിടത്തും അവരുടെ അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ചതാണ് അവിടെ. അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ചത് വഴി അയാൾക്ക് വലിയൊരു അപമാനം ഉണ്ടായി. അതിനെ കരുവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ PP ദിവ്യയെ കരുവാക്കിക്കൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടി പലതും സംഭവിച്ചോ എന്നുള്ളതാണ്. അതായത് PP ദിവ്യ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈ പുള്ളി പോയി ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇതിലെ വേറെ പല ഈ പറയുന്ന മാഫിയകൾ, അതായത് ഭൂസ്വത്വ മാഫിയകൾ എന്ത് ചെയ്തു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ. അത് മറുനാടൻ മലയാളിയിൽ പറയുന്നത് അത് തന്നെയാണ്. അതായത് എത്രയോ ഏക്കർ വസ്തുവിന്റെ നിയമപരമല്ലാതെ, മനസ്സിലായോ, അല്ലാതെ കച്ചവടം ചെയ്തതിന്റെയൊക്കെ രേഖകൾ പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അതിന് വേണ്ടിയിട്ട് ഏതൊരു വിജിലൻസ് ഓഫീസറെ കാണാൻ വേണ്ടിയിട്ട് ഈ പുള്ളി ആദ്യം ഈ പറയുന്ന മുരുടേശ്വരം കോവിലിന്റെ അവിടെ നിന്ന് പുള്ളി അവരെ വിളിച്ചിട്ട് അയാളെ കാണാൻ പോയതാണെന്നും അതിനുശേഷം ഇതിന്റെ ബാക്കിലുള്ളവരെല്ലാം കൂടി എന്ത് ചെയ്ത് കണക്ക് കൂട്ടി അല്ലെങ്കിൽ എന്തൊരു കാൽക്കുലേറ്റ് ചെയ്ത് ഈ പുള്ളിയെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒരു പരിധിവരെ ഒരു ലോജിക്കായിട്ട് നമ്മൾ ചിന്തിച്ച് നമുക്ക് വിശ്വസിച്ചു പോകും. കാരണം പുള്ളി ഇത്രയും പരിചയസമ്പന്നനായ ഒരാൾ, ഒരു ADM ആയ ഒരു വ്യക്തി, ഈ പറയുന്ന PP ദിവ്യയെ പോലുള്ള ഒരുത്തി വന്ന് അവളെ വായി തോന്നനെ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി എന്തെങ്കിലും ഒരു അസഭ്യം വിളിച്ചു പറഞ്ഞു എന്നില്ല. ഈ പുള്ളി വാങ്ങിച്ചിട്ട് ഇരിക്കട്ടെ, ഇവിടെ തൂക്കി കൊല്ലുന്നില്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഇത്രയും പരിചയസമ്പന്ന ഒരു വ്യക്തിക്ക് അത് തൂങ്ങിച്ചാ വേണ്ട കാര്യം എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ പറയുന്ന PP ദിവ്യയുടെ തലയിലെല്ലാം കെട്ടിവെച്ചു. ഇതിന്റെ ഇടയിൽ മറ്റേതെങ്കിലും മാഫിയ, മാഫിയ ഇതിനകത്ത് കളിച്ചോ എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോ കുറച്ചു മുമ്പേ മറ്റൊരു വോയിസ് കിടന്ന് കണ്ടു. അതായത് ഈ പുള്ളിയെ ഒരു 7 വരെ ഇരുന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാറിൽ ഈ പുള്ളിയെ എന്ത് ചെയ്തു കൊണ്ടുപോയി എന്നും ആ കാറിനകത്ത് വെച്ച് ഈ പുള്ളിയെ വകവരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസ്, ഞെട്ടിക്കുന്ന ഒരു വോയിസ്. ഞാൻ കുറച്ചു മുമ്പാണ് അത് കേട്ടത് ഒരു ചാനലിന്റെ പേര് മറന്നുപോയി. ഓക്കെ, ആ സാധനം. അപ്പൊ ഞാൻ ആദ്യം ഈ വോയിസ് ഞാൻ ഇവിടെ നോക്കാം. നിങ്ങൾ ആദ്യം ആ വോയിസ് കംപ്ലീറ്റ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരുമോ? ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വൈഫിനെ കാണുകയുണ്ടായി. ഞാൻ അവരോട് കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ഒരു കാറില് കുറഞ്ഞതൊരു 7 സീറ്റുള്ള വാഹനമായിരിക്കും. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതായിരിക്കാൻ ആ ചാൻസ്. 7 സീറ്റുള്ള വാഹനമാകുമ്പം നടുക്കെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പുറവശത്തും ആൾക്കാർ ഇരിക്കാൻ, 2 സൈഡിലും ആൾക്കാർക്ക് ഇരിക്കാം. ഇങ്ങനെയായിരിക്കും സംഭവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞേച്ചാ പോകുന്നു. ഞാനൊരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചില്ല. സംസാരിച്ചത് അവര് കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചത്. എനിക്കുണ്ടായ കുറെ സംശയങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു. രാത്രിയിൽ വിളിച്ചു എന്ന് പറയത്തില്ല, 11 മണി വരെ വിളിച്ചു എന്ന്. അപ്പൊ അത് ഇദ്ദേഹം തന്നെയാണോ വിളിച്ചത്, അല്ലെങ്കിൽ ഇനി വേറൊരാൾ ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വിളിച്ചോ ഇല്ലെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അവര് പറയുന്നത് അങ്ങനെയാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. വിളിച്ചപ്പോഴ് എന്തെങ്കിലും അസ്വാഭാവികരമായിട്ട് എന്തെങ്കിലും തോന്നിയോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു അങ്ങനെ ഒന്നും തോന്നിയതായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പുള്ളിക്കാരിക്കും അറിയത്തില്ല. അവര് പറയുന്നത് പുള്ളി തന്നെയാണ് സംസാരിച്ചത്. അസ്വാഭാവിക
അപകടമായിട്ടൊന്നും തോന്നിയില്ല എന്നാ പറയുന്നത്. രാവിലെ പുള്ളിക്കാരി വിവരം അറിയുന്നില്ല. അങ്ങനെ ബന്ധുക്കൾ പലരും വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. രാവിലെ ബന്ധുക്കൾ കയറി ചെല്ലുമ്പോഴാണ് പുള്ളിയെ കാണാനില്ല എന്നുള്ളതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നാണ് പറയുന്നത് ആളിങ്ങനെ മരിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിനെ എവിടെയോ വെച്ച് അപായപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എവിടെ വെച്ചാണെന്നുള്ളത് നമുക്കറിയത്തില്ല. എവിടെയോ വെച്ച് അപായപ്പെടുത്തി, അതൊരിക്കലും തൂങ്ങി വെച്ചൊന്നുമില്ല. അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അത് തന്നെ. ഇപ്പൊ നമ്മളുമായിട്ട് സംസാരിക്കുന്നവരെല്ലാവരും ഇത് തന്നെ പറയുന്നത്. എങ്ങനെയാണെന്നുള്ളതും അറിയത്തില്ല. ഒരാൾ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയി മരിക്കും. പിന്നെ അത് സമയം നോക്കി എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ വേദം പുള്ളിക്ക് ട്രെയിനിന്റെ മുന്നിലോട്ട് അറിയപ്പെടാറില്ല. എത്രയോ ട്രെയിനുകൾ ആ സമയത്ത് പോകുന്നു. ഇതാണ്. അപ്പൊ ഈ വോയിസിൽ എന്താ പറയുന്നത്? ഈ വോയിസില് ഈ പുള്ളി പറയുന്നുണ്ട്, ഞാൻ നേരെ ചെന്ന് ഈ നവീൻ ബാബുവിന്റെ ഭാര്യയുമായി സംസാരിച്ചിട്ട് പറഞ്ഞത് മുരുടേശ്വരം കോവിലിൽ വന്നതിന് ശേഷം, അതായത് നവീൻ ബാബു ആ കോവിലിന്റെ വെള്ളം കൊണ്ട് ഇറക്കി വിട്ടു എന്നുള്ളത് കറക്റ്റാണ്. അതിനുശേഷം പുള്ളി എവിടെ പോയെന്ന് ഇതുവരെയൊക്കെയായിട്ട് ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു വാർത്തയും നമ്മൾ കേൾക്കുന്നില്ല. പിന്നെ ഈ പറയുന്ന എവിടെയാണ്, റെയിൽവേ സ്റ്റേഷനിൽ പോയെന്നോ അവിടെ പോയെന്നോ ഇവിടെ പോയെന്നോ തിരിച്ചു വന്നൊക്കെ പറയണമല്ലാതെ അതിന്റെ ഒരു തെളിവുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സത്യം പറഞ്ഞാൽ ഈ പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല. ആ മുരുടേശ്വരം കോവിലിന്റെ അവിടെ ഇറങ്ങിയതിനു ശേഷം പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല. അവിടെ നിന്ന് പുള്ളി എങ്ങോട്ട് പോയിട്ടുണ്ട്. അതിപ്പോ ഏതോ ഒരു 7 പേര് അടങ്ങുന്ന അല്ലെങ്കിൽ 7 പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഒരു കാറിൽ ഈ പുള്ളിയെ കൂട്ടിക്കൊണ്ട് പോയി എന്നും അതിനകത്ത് വെച്ച് വകവരുത്തിയിരിക്കാം എന്നുള്ളൊരു വോയിസ് ആണ് അത് കേൾക്കുന്നത്. മനസ്സിലായോ? അതായത് 7 പേര് അടങ്ങുന്ന ഒരു വലിയ കാരം അതിനകത്ത് ഈ പുള്ളിയെ കയറ്റിക്കൊണ്ട് പോകുന്നതിനകത്ത് വെച്ച് ഇവർക്ക് എന്ത് വേണോ ചെയ്യാം. ഈ പുള്ളിയിൽ എന്തെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും പിന്നെ രേഖകളോ ഈ പറയുന്ന ബബരാമി ഇടപാട് അതുമായിട്ട് ബന്ധപ്പെട്ട് പല രേഖകളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് ഈ പുള്ളിയെ എന്തെങ്കിലും ചെയ്തിട്ട് നേരെ ഇവിടെ കൊണ്ട് കെട്ടിത്തൂക്കി. അതായത് വന്നപ്പോ എന്ത് ചെയ്ത കഥക് ചവിട്ടി തുറന്ന നിലയിലാണ്. കഥക് തുറന്നിട്ടിരിക്കുകയാണ്. അതായത് കഥക് ചവിട്ടി തുറന്നു, അടയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ്. താക്കോല് പുള്ളിയുടെ കയ്യിലില്ലായിരുന്നു. അപ്പൊ ആരും അറിയാതെ രാവിലെ കയറി ഈ പുള്ളി ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന രീതിയിൽ നിൽക്കണമെങ്കിൽ ഇതും പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ പുള്ളി നേരെ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ എടുത്ത് പോയി ഈ ഒരു സംശയം, ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ട ഒരു സംശയം, ഈ പുള്ളിയെടുത്ത് ആരോ ഇത് പറഞ്ഞതാണ്, ഇങ്ങനെ അവർ കണ്ടു എന്നുള്ള രീതിയിൽ. അപ്പോ ആരോ ഒരാൾ പുള്ളിയെടുത്ത് കണ്ടു, ഇതുപോലെ 7 പേരടങ്ങുന്ന ഒരു സംഘം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 7 പേര് ഇരിക്കാൻ പറ്റുന്ന ഒരു കാറിൽ പുള്ളിയെ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ളത്. പുള്ളി അതിനകത്ത് കയറി പോയിട്ട് പിന്നെ എങ്ങോട്ട് പോയി, പിന്നെ പുള്ളിയെ കാണുന്നത് തൂങ്ങി നിൽക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സംശയം നവീൻ ബാബുവിന്റെ ഭാര്യയെ അടുത്ത് പറഞ്ഞു എന്നും അവർക്കത് മനസ്സിലായി എന്നവരെന്തായാലും ഈ അങ്ങറ്റം വരെ ഇതിനൊരു പിന്നെ എന്താണ് ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്നത് വരെ അവർക്ക് നീതി കിട്ടുന്നത് വരെ അവർ പോരാടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നീതി കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ലോക്കൽ പോലീസുകളോ ഒന്നും അല്ല അന്വേഷിച്ച് ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ CBI വന്ന അന്വേഷണം ഏറ്റെടുക്കാതെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പര്യവസാനം ഉണ്ടാകും തോന്നുന്നില്ല. മനസ്സിലായി? എന്തായാലും അവരെന്ത് ചെയ്യും, ഇതിനകത്ത് ഇപ്പം ഈ പറയുന്ന PP ദിവ്യയെ കരുവാക്കിക്കൊണ്ട് മറ്റാരെങ്കിലും വലിയൊരു മാഫിയ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് എന്തെങ്കിലും നല്ല ഹോൾഡ് ഉണ്ടാവും. അവർ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ തേച്ച് വാങ്ങിച്ചു വിടും. CBI ആണ് വരുന്നു എങ്കിൽ അതിന് ഒരു പരിധിയുണ്ട്. മനസ്സിലല്ല, CBI കയറി അവർ കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം കൊടുത്തില്ല എങ്കിൽ ഇത് വീണ്ടും അവസാനം ഒരു ആത്മഹത്യ തന്നെ എന്നുള്ള രീതിയിൽ പോയി PP ദിവ്യ എന്ത് ചെയ്യാൻ തൂക്കിക്കൊല്ലോ? ഒന്നുമില്ല. അവളെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ഇപ്പൊ ഒരു 10-15 ദിവസം ജയിലിൽ കിടന്ന് അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇനി അവളെ തരം താഴ്ത്തി ലോക്കലിലേക്ക് അവളെ തരം താഴ്ത്തി എന്നുള്ളതല്ല, ഒന്നുമില്ല. 1-2 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ ആഴ്ചകളായപ്പോ ജനങ്ങൾ മറന്നു, ഒരാഴ്ച ആയോളൂ എല്ലാരും മറന്നു. ഇനി ഈ വീഡിയോ ഇനി എത്ര പേര് കാണുന്നു കൂടി എനിക്കറിയത്തില്ല. നമുക്കാണെങ്കിൽ ആൾക്കാർ ആ ഒരു ഇതോട്ട് കാണുമായിരുന്നു. ഇനിയിപ്പം അറിയില്ല. അപ്പൊ ഒരാഴ്ച ആൾക്കാർ മറന്നു. ഇനി ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഇത് കംപ്ലീറ്റ് മറക്കും. ഇനി PP എവിടെ നിന്നാൽ തന്നെ എല്ലാരും കൂടി എന്ന് അവർക്ക് തന്നെ വോട്ടിട്ട് ജയിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു വോയിസാണ് കിട്ടിയത്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഈ പറയുന്ന നവീൻ ബാബു ഈ ക്ഷേത്രത്തിനടുത്ത് ഇറങ്ങിയതിനു ശേഷം എവിടെ പോയി, ഇതിനൊന്നും ഒരു വ്യക്തതയില്ല. ചുമ്മാ ഇങ്ങനെ പടച്ചു വിടുന്നല്ലാതെ ഒരു തെളിവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുവരെ കിട്ടില്ല. നിങ്ങൾ തന്നെ ഇതിന് ആൻസർ പറയൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.